എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിതയെ കുറിച്ച് വളരെ മോശമായിട്ട് മനസ്സിനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ആശ്രിതയ്ക്ക് ഒന്നും നോക്കാനില്ലായിരുന്നു. ആ കാരണം തീർത്ത് ഒറ്റ എണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. മേലാല് എൻ്റെ അനിയത്തെക്കുറിച്ചോ എൻ്റെ വീട്ടുകാരെക്കുറിച്ചോ ഒരക്ഷരം പറഞ്ഞാണ്ടല്ലോ നിങ്ങളെ കൊന്നുകളയെന്ന് പറയാണ്. മനസ്സിന്റെ കവിളും തടവി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ആശ്രിതയാണോ ചെയ്തതെന്ന് പോലും ചിന്തിച്ചുപോയി. ഇത്രയും കാലം ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മോനും ചെയ്ത ക്രൂരതകളെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും എനിക്കൊന്നും പ്രതികരിക്കാണ്ട് പറ്റിയില്ല. പക്ഷെ ഇനി അങ്ങനെയല്ല, ഞാൻ പ്രതികരിക്കും. എൻ്റെ വീട്ടുകാരെക്കുറിച്ചോ എന്നെക്കുറിച്ചോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഞാൻ ഈ വീട്ടിലൊരു അടിമയൊന്നുമല്ല. നിങ്ങൾക്ക് ആ ഒരു വിചാരമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ദുഷ്ടത്തരത്തിലെല്ലാം ഞാൻ കൂട്ടു നിൽക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് നിങ്ങളുടെ കാലിക്കീഴ് കിടക്കുന്നു. ഈ വീട്ടിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ എൻ്റെ മേക്കിട്ട് കയറാൻ വന്നാണ്ടല്ലോ നിങ്ങളെ വെറുതെ വെച്ചിക്കില്ലെന്ന് പറയണം. നീ എന്താടി എന്നെ തല്ലിയല്ലേന്ന് ചോദിക്കുക. തല്ലുക മാത്രമല്ല നിങ്ങളെ കൊല്ലുകയും ചെയ്യുമെന്ന് പറയണം. കടന്നു പോയിക്കണം. മനുഷ്യനിവിടെ ആകെപ്പാട് സമനിലേറ്റ് നിൽക്കുന്ന സമയത്താ അവരോരോന്നും പറഞ്ഞ് വന്നിരിക്കുന്നു. പെട്ടെന്ന് മനസ്സിനെ അവിടെ നിന്ന് പോവാണ്. മനസ്സിനേക്കാണെങ്കിൽ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ആശ്രിത തന്നെ തല്ലുക എന്ന് പറഞ്ഞാലും അതും അവൾ ഇഷ്ടത്തേക്ക് വേണ്ടിയിട്ട്. ഇവൾക്ക് ഇത് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് മാറ്റാം. ഇനി ഇവിടെ നിന്നിട്ടുണ്ട് അവൾ തന്നെ കൊല്ലുക തന്നെ ചെയ്യും. അത്ര ദേഷ്യത്തിൽ ആശ്രിത നിൽക്കുന്നെന്നുള്ള കാര്യം മനസ്സിലായി. ആശ്രിതയ്ക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിപ്പോയി. ഇഷിതനെ കാണാനില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്ത് പറ്റി എന്നൊരു ചിന്തയായിരുന്നു മനസ്സേറെ. ആ സമയം മനസ്സിനോട് ആ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സഹിക്കാൻ പറ്റില്ല. ആ ഒരു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ചെയ്താണ്. പിന്നീടാണ് ആശ്രിത ഓർത്തത്, ദൈവമേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമോ. ഉണ്ടായാലും കുഴപ്പമില്ല, തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും കുഴപ്പമില്ല. എത്ര എന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ആശ്രിത മനസ്സിൽ കരുതുവാണ്. ആ സമയം ഇഷിതനെ കാണാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് മാഷും പ്രിയാമണിയൊക്കെ. പ്രിയാമണി പറഞ്ഞു, മാഷെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഇനി അവൾ പോകാൻ സ്ഥലമുള്ള അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എവിടെയെങ്കിലും. അവൾക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സൊന്നും ഇല്ലയെന്ന് അറിയാലോ. ഇനിയിപ്പോൾ വേറെ എവിടെയിലേക്കും ആണോ പോയിട്ടുണ്ടായിരിക്കുക എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അറിയത്തില്ല, ഒരു വിവരമില്ല. ആ ഫോണെങ്കിലും ഒന്ന് ഓണാക്കിയാലേ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുള്ളൂ. അതുപോലും ഇല്ലല്ലോ എന്ന് പറയണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്. ചിപ്പിമോളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന എന്താന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ചിപ്പിമോളോട് ചോദിക്കാം. ഒരു കാര്യം ചെയ്യുക മാഷെ, ചിപ്പിമോളെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാൻ പറയാണ്. അവസാനം മാഷ് പറഞ്ഞു, ഞാനിന്ന് നോക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് മാഷങ്ങോട്ട് ഇറങ്ങി പോവാണ്. അതിനുശേഷം ചിപ്പിമോള് സ്കൂളിലേക്ക് പോയിട്ട് തിരികെ വന്നിരുന്ന സമയത്താണ് മാഷ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് അങ്ങോട്ട് ഓടി വരുവാണ്. പിന്നീട് മാഷിനെ കെട്ടിപ്പിടിച്ചിട്ട് ചിപ്പിമോള് പറഞ്ഞു, അതെ ഇഷിതാമ്മ വന്നോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല മാഷിന്. അത് പിന്നെ മോളെ ഞാൻ പറയുമ്പോൾ മോൾക്ക് വിഷമാവെന്ന് ചോദിക്കാം. എനിക്കറിയാം ഇഷിതാമ്മ വരത്തില്ല എന്ന് പറയാം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയാം. എന്താ ഇന്നലെ ഡാഡിയുടെ അമ്മയുടെയും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചിപ്പിമോളൊന്ന് ആലോചിച്ചു. പിന്നീട് ചിപ്പിമോള് പറഞ്ഞു, അവിടെ രചനാമ്മയും അതുപോലെ തന്നെ ആകാശങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു പറയാം. ചേട്ടനോ? അതെ, ആ ചേട്ടനോട് അമ്മ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അമ്മ മാപ്പ് പറഞ്ഞെന്ന് പറയാണ്. പിന്നീട് രചനാമ്മയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അമ്മ എന്നിട്ട് അവിടുന്ന് പോയെന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഒന്നും അങ്ങോട്ട് പിടികിട്ടിയില്ല മാഷിന്. മാഷ് ചോദിച്ചു, ആ ചേട്ടൻ ഏതാണെന്ന് അറിയാമെന്ന് ചോദിക്കും. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മാഷ് ഇങ്ങനെ ആലോചിച്ചു, അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞെങ്കിൽ അല്ല. പിന്നീട് പ്രായമൊക്കെ ചോദിക്കുവാണ്. എന്നെക്കാളും മൂത്ത ചേട്ടനാ എന്നൊക്കെ പറയാണ്. ശരി മോള് പൊക്കോട്ടോ, അമ്മ ഉടനെ തന്നെ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിമോളെ സമാധാനിപ്പിച്ചാണ് അങ്ങോട്ടേക്ക് വിടുന്നത്. ആ സമയം ഒരു കാര്യം മനസ്സിലായി, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതെന്താന്ന് മാത്രം അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ രാമനാഥൻ അറിയായിരിക്കും. രാമനാഥനോട് ചോദിച്ചാൽ അറിയാണ്ട് സാധിക്കും എന്ന് കരുതിയിട്ട് പിന്നീട് രാമനാഥനെ വിളിക്കുകയാണ്. രാമനാഥനെ വിളിച്ചിട്ട് മാഷ് പറഞ്ഞു, എനിക്ക് രാമനാഥനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയാണ്. രാമനാഥന് മനസ്സിലായി തന്നോട് ചോദിക്കാനായിട്ടായിരിക്കും വിളിക്കുന്നത്. ഇനിയിപ്പോൾ സത്യങ്ങളൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എത്ര കാലം ഇങ്ങനെ മൂടി വെക്കാനായിട്ട് പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം മറന്നേക്ക് പുറത്തു വരും. അവസാനം മാഷിനെ കാണാനായിട്ട് രാമനാഥൻ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, സത്യം പറയണം, നിങ്ങൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ മാഷ, ഞാൻ സത്യം പറ രാമ, കാര്യം എന്താ? ചിപ്പിമോളോട് ഞാൻ ചോദിച്ചു. ചിപ്പിമോള് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. രചന ആകാശം വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പോരാത്തനെ ഇഷിതേനെ കൊണ്ട് മാപ്പ് പറയിച്ചെന്ന് പറഞ്ഞു. ഏതോ ഒരു ചെറുക്കനോട് മാപ്പ് പറയിച്ചെന്ന്. അത് ഏതാ ചെറുക്കൻ? അവരാരാ? ഈ കുടുംബമായിട്ട് അവനുള്ള ബന്ധം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു, അത് ക്ഷമിക്കണമെന്ന് പറയണം. ക്ഷമിക്കണമെന്നോ? അതെ, വലിയൊരു സത്യം മറച്ചു വെച്ചാണ് ഈ കല്യാണം നടത്തിയെന്ന് പറയണം. എന്തൊക്കെയാ രാമ പറയണമെന്ന് ചോദിക്കാം. അതെ, മഹേഷിന് ചിപ്പിമോളെ കൂടാതെ ഒരു മകനും കൂടെ ഉണ്ടെന്ന് പറയണേ. മകനോ? അതെ,
10-11 വയസ്സുള്ള ഒരു മകനും കൂടെ ഉണ്ട്. ആ കാര്യം മറച്ചു വെച്ചാൽ ഈ വിവാഹം നടത്തിയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രാമനാഥൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് സഹിച്ചില്ല. പെട്ടെന്ന് മാഷ് ചോദിച്ചു, എന്തൊക്കെയാ രാമ നിങ്ങൾ ഈ പറയണേ എന്നും ചോദിച്ചിട്ട് അടിക്കാനായിട്ടോ കൈ പൊക്കുവാണ്. ഓഹോ, അപ്പം ഇത്രയും വലിയ ചതി മറച്ചു വെച്ചിട്ടാ നിങ്ങൾ ഈ കല്യാണം നടത്തിയല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു, അടിക്കോ കൊല്ലുവോ എന്ത് വേണമെന്നും വെച്ച് മാഷ് ചെയ്തു, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല. അത് പക്ഷെ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചോദിച്ചില്ല, അതാണ് സത്യം. ചിപ്പിമോളെക്കുറിച്ച് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിന്ന് അവൻ്റെ പേര് അവൻ മഹേഷിൻ്റെ കൂടെ ഇന്നില്ല. അവന് കോടതി മുമ്പ് തന്നെ രജനിക്ക് വിട്ടുകൊടുത്താണ്. അവൻ മഹേഷിന് അവനെ കാണാനുള്ള ഇതൊന്നും ഇല്ല, കാണാൻ പോകാൻ പെർമിഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വരാറും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, ഒന്ന് ഒരു വാക്ക് പറയാൻ വരായിരുന്നു അങ്ങനെയുള്ളൊരു മോനുള്ള കാര്യം. അങ്ങനെ ഇഷിത അവനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെയാണ് ഇഷിത പോയേക്കെന്ന് പറയണം. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി മാഷിന്. ദൈവമേ, ഇത്ര വലിയ പ്രതിസന്ധിയൊക്കെയാണ് തൻ്റെ മോള്. കാരണം ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും ഒരു മോനുണ്ടെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു മഹേഷിന്. അപ്പം അതൊക്കെ അറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിന് ചിലപ്പോൾ താങ്ങാനായിട്ട് ശക്തി കിട്ടി കാണത്തില്ല. ചിപ്പി മാത്രമുള്ളെന്ന് കരുതിയിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ പോയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ വെറുതെ പെടുത്തില്ല, ആരെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് മാഷ് അങ്ങോട്ടേക്ക് പോവാണ്. മുറിയിൽ ചെന്നിട്ട് മാഷിനോട് സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് രാമനാഥൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇതുപോലെ കാര്യങ്ങളൊക്കെ എന്ന് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഒരു കണക്കിന് അച്ഛൻ പറഞ്ഞത് നന്നായി. എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ ഒളിച്ചു വെക്കുന്നേ? ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. എപ്പോഴാണെങ്കിലും അവരറിയണ്ടല്ലേന്ന് ചോദിക്കുക. ആ സമയം ചിപ്പിമോൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ചിപ്പിമോൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥ. അങ്ങനെ അന്നത്തെ ദിവസത്തോടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആപ്പാ ടെൻഷനായി. പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ്. പിന്നീട് പിറ്റേ ദിവസം ചിപ്പിമോൾ ഒരു വിധത്തിൽ പറഞ്ഞ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുവാണ്. മഹേഷ് എഴുതി, ഇന്ന് പോലീസ് കൊണ്ടേ കംപ്ലൈൻറ്റ് കൊടുക്കാം. കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതുകയാണ്. ആ സമയത്തെല്ലാം മാഷിൻ്റെ മനസ്സിൽ ഈ നെരിപ്പോട് കിടക്കുവാണ്. ആദ്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ വീട്ടിൽ പറയണോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായി. അവസാനം ഒരു കാര്യം തീരുമാനിച്ചു, പറയാതിരുന്നിട്ട് കാര്യമില്ല, പറയണം എന്ന് കരുതിയിട്ട് സുചിത്രയോട് തന്നെ ആദ്യം പറയുകയാണ്. കാരണം ഇഷിത പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടെന്ന് പറയാണ്. രാമനാഥനും മഹേഷും എല്ലാം നമ്മളിന്ന് ഒളിപ്പിച്ചു വെച്ച രഹസ്യം. മഹേഷിന് ഒരു കുട്ടി കൂടെയുണ്ട്, ഒരാൺകുട്ടി. അവന് 10-11 വയസ്സുണ്ടെന്ന് പറയണ. ഇത് കേട്ടോണ്ട് വന്ന പ്രിയാമണി ചോദിച്ചു, എന്തൊക്കെയാ മാഷി പറയണമെന്ന് ചോദിക്കുക. സത്യം പറയണേ, ഇത് മറച്ചു വെച്ചിട്ട് അവർ ഈ കല്യാണം നടത്തിയെന്ന് പറയാണ്. ഇത് കേട്ട് സുചിത്ര പറഞ്ഞു, വെറുതെ അല്ല, ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല, അതായിരിക്കും ചേച്ചി പോയെന്ന് പറയാം. ചേച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇത്രയും കാലം ഇത്രയും വലിയൊരു കള്ളത്തരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരിനി എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. മുമ്പ് വിനോദനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചു, ഇപ്പോഴാണ്ട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തൊക്കെയായിരിക്കും. ഇനിയിപ്പം വേറെ മഹേഷിന് ഭാര്യയും മക്കളും ഉണ്ടോ അതൊന്നും നമുക്കറിയില്ല. നമ്മളുടെ മോളുടെ ജീവിതം തകർന്നല്ലോ മാഷെന്ന് പറയണം. മാഷ് പറഞ്ഞു, പ്രിയാമണി നീ ഒന്ന് സമാധാനിക്കുക, അവൾ ഒരിടത്തേക്കും പോകത്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവൾ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. പിന്നീട് ഇഷിത വീട്ടിലേക്ക് വരുന്നുണ്ട്, മഹേഷിന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇഷിത ഡ്രസ്സൊക്കെ എടുത്തു. അവിടുന്ന് ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് മഹേഷ് ഇഷിത എന്ന് പറഞ്ഞ് ചെന്നെങ്കിലും ഇഷിത മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല. കാരണം മഹേഷിന് മനസ്സിലായി അവൾ പോകുന്നതാണ്, ഇനി ഒരിക്കലും അവൾ ഈ വീട്ടിലേക്ക് വരില്ലെന്നുള്ള കാര്യം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി മഹേഷിന്. ഒരുപക്ഷെ അവൾ വീട്ടിലേക്കാണോ പോകുന്നത് അതോ ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടേലും ആണോ, അത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു മഹേഷിന്. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയം വല്ലാത്തൊരു അവസ്ഥയിൽ ഇഷിതനെക്കുറിച്ചുള്ള ചിന്തകളിൽ പ്രിയാമണി ഇരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് ശബ്ദിച്ച്. അങ്ങനെ ചെന്ന് കഥ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇഷിത നിൽക്കുന്നു. ഇഷിതനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി മോളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പിന്നീട് പറഞ്ഞു, എവിടെയായിരുന്നു മോളെ, നീ ഇത് എവിടെയായിരുന്നു, ഒരു വാക്ക് പോലും പറയാതെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട്. ആ സമയം പ്രിയാമണിനെ കെട്ടിപ്പിടിച്ച് ഇഷിത കരയുകയാണ്. അപ്പോഴത്തേക്കും മാഷും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മോള് കയറി വന്നേ, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. മോൾ എന്ത് പരിപാടിയെ കാണിച്ചേ, ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇഷിത പറഞ്ഞു, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയമ്മേന്ന് പറയണം. മാഷ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, മോളും കൂടെ ഇവിടെ ഇരിക്കാനൊക്കെ പറയാണ്. അപ്പോഴേക്കാണ് കയ്യിൽ നിന്ന് ബാഗൊക്കെ കണ്ടത്. ഇതെന്താ മോളെ? ഇല്ല അച്ഛാ, ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല എന്ന് പറയാണ്. എനിക്ക് പറ്റില്ല അവിടെ തുടരാൻ. ഇനി ഒരു നിമിഷം പോലും എനിക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള മനസ്സില്ല. കാരണം ഇത്രയും വലിയ ചതിയൊക്കെ എന്നോട് ചെയ്ത ആ വീട്ടുകാരോട് ഞാൻ ഇങ്ങനെ ക്ഷമിക്കാനാ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട പ്രിയാമണി പറഞ്ഞു, മോളും കൂടെ പോരെ, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, മോൾക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്.
പിന്നീട് ചിപ്പിമോള് വന്നു കഴിഞ്ഞപ്പോഴാണ് മഹേഷ് ആ കാര്യം പറയണത്. അമ്മ വന്നെന്നുള്ള കാര്യമൊക്കെ, അമ്മ വന്നിട്ട് പോയെന്നൊക്കെ. ഇത് കേട്ടപ്പോൾ ചിപ്പിമോൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ചിപ്പിമോള് പറഞ്ഞു, അപ്പം ഇനി എന്നെ കാണാനായിട്ട് അമ്മ വരത്തില്ലെന്ന് ചോദിക്കാം. വരും, മോള് ധൈര്യമായിട്ടിരിക്കുക. അമ്മയ്ക്ക് മോളെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ? മോളുടെ അമ്മ മോളുടെ അടുത്തേക്ക് തന്നെ വരും എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് മഹേഷ്. അങ്ങനെ പറഞ്ഞാലും മഹേഷിനൊരു വിശ്വാസമില്ലായിരുന്നു ഇനി ഇഷിത തിരികെ ഇങ്ങോട്ട് മടങ്ങി വരുമെന്ന്. കാരണം അവൾ രണ്ടും കൽപ്പിച്ചാണ് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ തിരികെ വരാനാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൾക്ക് അതിനുള്ള ഇത് കാണത്തില്ല. കാരണം ഇത്രയും വലിയ ചതി വഞ്ചനയല്ല താൻ ചെയ്തിരിക്കുന്ന അവളോട്. ഇത്രയും വലിയൊരു സത്യം ഒളിപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ ആർക്കാണല്ലോ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്? ഒരു പക്ഷേ ഇനിയിപ്പോൾ ചിപ്പിമോളോട് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തൻ്റെ കയ്യിൽ ഒരു തെറ്റ് വരുന്ന അവൾക്ക് മനസ്സിലായാൽ മാത്രമേ അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ മഹേഷിന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.